കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമിക്കൂട്ടങ്ങൾ, ഞാൻ പറയുന്നു അണ്ടർവെയർ കാവിയും മുകളിൽ കാക്കിയും ധരിക്കുന്ന ഈ കൂട്ടർ, ഞാൻ എന്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ല പറയുന്നത്, ആത്മാർത്ഥതയുള്ള തന്റേടമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ മനുഷ്യൻ, ഞാൻ ആ മനുഷ്യന്റെ പേര് പറയുന്നില്ല, ബെയിൽ കണ്ടീഷനിലുള്ള ഒരു വ്യക്തിയാണ് ഞാനിവിടെ. 47-ാം പ്രതിയായി എന്നെ കള്ളക്കേസിൽ കുടുക്കി 704/2010 എന്ന ക്രൈം കേസിൽ കുടുക്കിക്കൊണ്ടാണ് ഞാനുള്ളത്. ഇന്നും ഞാൻ ആഴ്ചയിൽ 2 ദിവസം മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ ഒപ്പിടേണ്ട അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ 5 അക്ക ശമ്പളം പറ്റിക്കൊണ്ടിരുന്ന എന്റെ ജോലിക്ക് ഇന്നും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് മാത്രമല്ല ഈ പീഡനങ്ങളേറ്റത്. യൂനുസ് എന്ന സഹോദരൻ നിങ്ങൾ പത്രദ്വാര വായിച്ചു കാണും. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്തായിരുന്നല്ലോ. കൈവെട്ടും കാലുവെട്ടും തലവെട്ടും ബോംബ് വെക്കലൊന്നും ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ 24 മണിക്കൂറും പത്രമാധ്യമങ്ങളും ചാനലുകളും ചർച്ച ചെയ്ത ഏക സംഭവം കൈവെട്ട് സംഭവമായിരുന്നല്ലോ. യൂനുസ് എന്ന സഹോദരന്റെ പിതാവ് റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം കോതമംഗലം സ്വദേശിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു, സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ട്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വമ്പിച്ച ഭീമമായ തുക ചെലവാക്കിക്കൊണ്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിന് ചികിത്സയ്ക്ക് വിധേയനായി ഇന്ന് അല്പസ്വല്പം ചെറിയ രീതിയിൽ ശബ്ദം പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം ഒന്ന് കാക്കിധാരികളായ വർഗീയവാദികളായ പോലീസ് കൂട്ടങ്ങൾ നടത്തിയ നരനായാട്ട്. റഷീദ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ ഇന്നും വിയു സെൻട്രൽ ജയിലിൽ കഴിയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മാസം തികയും മുമ്പേ പ്രസവിച്ചു. മാഹിൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാഹിൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ 2 പേരും രോഗികളായി മാറിയിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇവിടെ നടക്കുന്നത് എന്താ? പോലീസ് പറഞ്ഞത് 7 പേരാണ് കുറ്റവാളികളെന്നാണ്. ഇപ്പൊ 54 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പോലീസിന്റെ ഇത്തരത്തിലുള്ള നരനായാട്ട് അതത്ര നല്ലതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്നും കണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന ജനതയെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നോട് കാണിച്ച പോലീസിന്റെ ഈ അതിക്രമത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതായിരുന്നു പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ നൽകേണ്ട സമയം ഞാൻ പ്രത്യേകം അനുവാദം നേടിക്കൊണ്ട്, ജഡ്ജിയിൽ നിന്ന് പ്രത്യേകം അനുമതി നേടിക്കൊണ്ട്, ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ നോമിനേഷനിൽ ഒപ്പുവെച്ചുകൊണ്ട് ഞാൻ എന്റെ അപേക്ഷാ ഫോം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു, വക്കീൽ മുഖാന്തരം. പിന്നീട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നേരിട്ട് നിന്നൊന്ന് പുഞ്ചിരിക്കാനോ എന്തിനേറെ ഒരു നല്ല ഫോട്ടോ എടുത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോലുമോ സാധിക്കാതിരുന്ന എനിക്ക് എന്റെ സഹോദരനുമൊക്കെ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ഒന്ന് പറയും, ഒരു ഫോട്ടോ എടുക്കട്ടെ. പക്ഷെ ഞാൻ ജയിലിൽ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുമല്ല. പലപ്പോഴും ഷർട്ടിടാതെ വേണം ബന്ധുക്കാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് വേണം വന്ന് നിൽക്കാൻ. ആ വേഷത്തിൽ ഫോട്ടോ എടുത്തിട്ട് എങ്ങനെയാ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ? നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പ്രിയമുള്ളവർ, അതിദയനീയമായിരുന്നു അവസ്ഥ. അവസാനം ഏതോ ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത ഒരു ഫോട്ടോ വെട്ടിയെടുത്ത അവസാന ദിവസങ്ങളിൽ, അവസാന ആഴ്ചകളാണ് ഒരു നല്ല ഫോട്ടോ കിട്ടിയത്. ആ ഫോട്ടോ ഒട്ടിച്ചു. പക്ഷെ ഫോട്ടോ ആയിരുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനങ്ങൾ ഏറ്റെടുത്ത് പ്രചരണം. കാരണം ആ നാട്ടിൽ ഞങ്ങൾ കാട്ടിക്കൂട്ടിയ, ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ, നന്മയുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ടായിരുന്നു അത്. ഞാൻ എന്റെ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഉറക്കി ശബ്ദിക്കണമെന്ന് ഉറച്ച വിശ്വാസിയായിരുന്നു. എന്റെ അമ്മിഞ്ഞ പാലിലൂടെ എന്റെ ഉമ്മ എനിക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹം അത് വളർന്നു വലുതാകുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകണമെന്ന്, അഥവാ ഒരു അധ്യാപകനാകണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിന്റെ സാഫല്യമായിരുന്നു എന്റെ അധ്യാപന ജീവിതം. പക്ഷെ അതിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. 43,60,000 രൂപയാണ് പ്രൊഫസർ TJ ജോസഫ് എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പ്രസ്തുത ചോദ്യപേപ്പർ ഉണ്ടാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 43,60,000 രൂപ വിവിധങ്ങളായ ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികൾ കളക്ട് ചെയ്ത് ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്. ഒപ്പം നമ്മുടെ പൊതുഖജനാവിൽ നിന്നും സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളവൻ ഇന്ന് 2 ലക്ഷത്തിലധികം രൂപയ്ക്ക് കടക്കാരനാണ്. ഇന്നും എനിക്ക് ഒരു രൂപ പോലും എനിക്ക് വരുമാനമില്ല. ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് നിങ്ങൾ വണ്ടിക്കൂലി എന്നിട്ട് വേണം. സത്യമാണ്. എനിക്കിവിടുന്ന് പോകണമെങ്കിൽ
നിങ്ങൾ വണ്ടി കൂടി തന്നിട്ട് വേണം എനിക്ക് ആരും സംഭാവന തരുന്നില്ല, വേണ്ട. പക്ഷെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനസമൂഹം നിഷ്കളങ്കമായ നിരപരാധിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രബുദ്ധമായ ഒരു ജനത, മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ ക്രൈസ്തവർ, ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, എന്റെ നാട്ടിൽ നിങ്ങൾ അന്വേഷിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഐസക് വർഗീസ്, തോമറ ഫാമിലിയിൽപ്പെട്ട വർഗീസ് ചേട്ടന്റെ മകൻ ഐസക് വർഗീസ് എനിക്ക് വേണ്ടി അമ്മിണി ചേച്ചിയോടൊപ്പം ഇലക്ഷൻ ഇറങ്ങി. ഷിജു എന്ന കുട്ടൻ എനിക്ക് വേണ്ടി ഇറങ്ങി. രാഹുൽ എന്ന സഹോദരൻ എനിക്ക് വേണ്ടി ഇറങ്ങി. ദിനേശൻ എന്ന സഹോദരൻ എനിക്ക് വേണ്ടി ഇറങ്ങി. നിങ്ങളൊന്ന് നാട്ടിലൊന്ന് അന്വേഷിക്കണം. ആവാലവൃദ്ധ ജനങ്ങളും മനസ്സിനെ ജയിപ്പിക്കണം, മനസ്സിന് വോട്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു NREGPA പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഇത് ഇപ്പൊ ഞാൻ SDPIയുടെ മെമ്പറായിട്ട് ബ്ലോക്ക് കൌൺസിലർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വമ്പിച്ച അഴിമതിയിലെ കഥകൾ ഞാനതൊക്കെ കേട്ടുകേൾവി ഉണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു CPM ഉം ഒരു SDPIയും 13 UDFകാരുമാണ് ഞാൻ ജയിച്ചിട്ടുള്ള ബ്ലോക്കിലുള്ളത്. അവര് തമ്മിലടിയാണ്. പക്ഷെ ഞാൻ കുറച്ച് പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിന്റെ ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഫീൽഡിൽ ഞാൻ ചെന്നു. പണിയെടുക്കുന്ന പെണ്ണുങ്ങളോടൊപ്പം ഒന്ന് കുറച്ചു നേരം ഒന്ന് ചെലവഴിക്കാൻ വേണ്ടി ചെന്നപ്പോ പെണ്ണുങ്ങൾ കെട്ടിപ്പിടിക്കാൻ ഓടി വരികയാണ് കരഞ്ഞുകൊണ്ട്. ഈ വ്യക്തിയെ കണ്ടിട്ടില്ലായിരുന്നു അവർ. എന്നെ അവർ കണ്ടിട്ടല്ല അവർ വോട്ട് ചെയ്തത്. പക്ഷെ 1903 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് നൽകുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ഈ ജനാധിപത്യത്തിന്റെ അവശേഷിക്കുന്ന ആ നന്മയാണ്. ആ നന്മ നാം നശിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമുക്ക് മുൻഗാമികൾ കാട്ടി നൽകിയ, ഈ രാജ്യത്തെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു നൽകിയ ആ കൂട്ടായ്മയുടെ, ആ ഐക്യത്തിന്റെ, ആ രക്തബന്ധത്തിന്റെ പുത്തനുണർവുമായി ഇതാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മോട് വിളിക്കുകയാണ്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങളും തുടരണേ എന്ന് വിളിക്കുമ്പോൾ ശ്രീമതി രാജശേഷിയെയും MK മനോജ് കുമാറിനെയും തുളസീധരൻ പള്ളിക്കലിനെയും ബഹുമാന്യനായ സഹോദരൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെയും അബ്ദുൽ മജീദ് ഫൈസിയെയും ഒക്കെ നിരത്തി നിർത്തിക്കൊണ്ട് ഒരു പുത്തൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നമുക്ക് തുണ പോകേണ്ടതുണ്ട്, നമുക്ക് തുണയേകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അന്ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മുമ്പിൽ മൗലാന മുഹമ്മദ് അലി ഗർജിച്ചില്ലേ, give me the key of freedom of India, give me the key of freedom of India, or give me the 6 feet of land for my burial. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോലിങ്ങൾ നൽകുക, അല്ലെങ്കിൽ എനിക്ക് 6 അടി മണ്ണ് നൽകിക്കുക, 6 അടി മണ്ണെങ്കിലും നൽകുക എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും പിന്തുണക്കുക ഗർജിക്കാൻ ഉറച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ രക്തബന്ധുക്കളുടെ കൂട്ടായ്മയിൽ ഉറച്ചു നിന്ന് പോരാടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ പൽഫുവിന്റെയും മഹാനായ ഡോക്ടർ അംബേദ്കറുടെയും മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും ഡോക്ടർ പൽഫുവിന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ പിന്തുണക്കാർ ഈ രാജ്യത്തിന്റെ പുത്തൻ പുതിയൊരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നന്മയിലേക്ക് ചുവടുവെക്കുമ്പോൾ, ഈ ചുവടുവെപ്പുകൾക്കൊപ്പം നിൽക്കാൻ ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ നല്ല വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ 2 വരി കവിത നിങ്ങളൊന്ന് മൂടുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി, സന്തോഷവാനായി. 2ാം ക്ലാസ്സിൽ എന്റെ ചിന്തമ ടീച്ചർ എന്നെ പഠിപ്പിച്ച കവിത, ഞാനെന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന കവിത നിങ്ങളൊന്ന് മൂളുമോ? ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ജയ് SDPI, ജയ് ഹിന്ദ്.